അറബ് രാഷ്ട്രങ്ങളിലെ നിയമ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചിലതൊക്കെ അറിയാം. അവിടെ നിയമം വളരെ കർക്കശമായി പാലിക്കാറുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതാ ഈ വർഷം സൗദി അറേബ്യ മാത്രം 24,000 പാകിസ്ഥാനികളെ നാട് കടത്തിയിരിക്കുകയാണ്. അവർ ചെയ്ത കുറ്റം എന്താണെന്ന് കൂടെ അറിയണ്ടേ? 24,000 പാകിസ്ഥാനികൾ ഉംറ വിസ നേടി സൗദിയിലെത്തുകയും അവിടെ യാചക വൃത്തിയിൽ ഭിക്ഷയാചിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. യാചക വൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതാണ് സൗദി അറേബ്യയെ ചൊടിപ്പിച്ചത്. ഇത് സൗദി അറേബ്യയിൽ മാത്രമല്ല, UAE അടക്കമുള്ള പല രാജ്യങ്ങളിലെയും അവസ്ഥ ഇതാണ്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഇവിടെ സൗദി അറേബ്യ ചെയ്തത്, നേരത്തെ തന്നെ അവർ പാകിസ്ഥാന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇത് പാകിസ്ഥാൻ മാത്രമല്ല കേട്ടോ, പാകിസ്ഥാനികളുമുണ്ട്, ബംഗ്ലാദേശികളുമുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങളുടെ രാജ്യത്തുനിന്ന് ഇവിടെ വിസ, ഉംറയ്ക്ക് വിസ ചോദിച്ച് തീർത്ഥാടനത്തിൻ്റെ പേരിൽ വിസ എടുത്ത് ഇവിടെ വന്നതിന് ശേഷം മടങ്ങിപ്പോകാതെ ഈ നാട്ടിൽ തന്നെ തങ്ങി യാചകവൃത്തി ചെയ്യുന്നു, ഭിക്ഷ എടുക്കുന്നു. അങ്ങനെ ഭിക്ഷ എടുത്ത് അവർ പണമുണ്ടാക്കി നാട്ടിലേക്കും അയക്കുന്നു, ഇവിടെ അവർ ജീവിക്കുകയും ചെയ്യുന്നു. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് സൗദി അറേബ്യ വളരെ വ്യക്തമായി നേരത്തെ തന്നെ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും അറിയിച്ചിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനികളെ പുറത്താക്കിയ കണക്കാണ് പുറത്തു വന്നത്. ഈ വർഷം ഇതുവരെ 24,000 പാകിസ്ഥാനികളെയാണ് യാചകവൃത്തി ചെയ്യുന്നത് കണ്ടെത്തി കൃത്യമായ തെളിവുകളോടുകൂടി അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയിരിക്കുന്നത്. എന്നു മാത്രമല്ല, പാകിസ്ഥാന് കർശനമായ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മേലാൽ ഇത് തുടർന്നാൽ മേലിൽ നിങ്ങൾക്ക് വിസ നൽകില്ല, നിങ്ങളാരും ഇനി ഉംറയ്ക്ക് വരണ്ട, ഹജ്ജിന് വരണ്ട എന്ന് കർശനമായ നിലപാടെടുക്കും എന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ തന്നെ UAE മിക്ക പാകിസ്ഥാൻ പൗരന്മാർക്കും വിസ കൊടുക്കുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് UAE-യിൽ വന്നിട്ട് അവർ ക്രിമിനൽ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, അവിടുത്തെ ക്രമസമാധാന നില തകർക്കുന്നു, കൊള്ളയും കൊള്ളിവെപ്പും നടത്തുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇനി വിസ നൽകണ്ട എന്നാണ് UAE-യുടെ തീരുമാനം. സംഘടിത കുറ്റകൃത്യങ്ങളും സംഘടിത ഭിക്ഷാടനവും തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും എന്ന് UAE കുറ്റപ്പെടുത്തുന്നു. ഇത് സംബന്ധിച്ച ആശങ്ക വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അറബ് ലോകത്ത്. നമുക്കറിയാം, പാകിസ്ഥാന് വലിയ പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രങ്ങളാണ് സൗദിയും UAE-യും ഖത്തറും ഒക്കെ. പക്ഷേ ഈ രാഷ്ട്രങ്ങൾ തന്നെ പാകിസ്ഥാൻ ഞങ്ങൾക്കൊരു വലിയ തലവേദനയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടപടി എടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ സൗദി അറേബ്യയും UAE-യും കർശനമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടങ്ങളിലേക്ക് ഈ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ ചെല്ലാൻ കഴിയില്ല. UAE-യെ സംബന്ധിച്ച് ഈ ദുബായിൽ ഏകദേശം 6,000 പേരെ പുറത്താക്കി പാകിസ്ഥാനികളെ. അതുപോലെ അസർബൈജാൻ 2,500 പാകിസ്ഥാനികളെ പുറത്താക്കി. ഇത് കേവലം സൗദിയിലോ UAE-യിലോ മാത്രമല്ല, ഇത് അറബ് ലോകത്തെ ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഈ ബുദ്ധിമുട്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും നടത്തി വരികയാണ്, അവർ സൃഷ്ടിച്ചിരിക്കുകയാണ്. 2024 മക്കയിലേക്കും മദീനയിലേക്കും ഉംറ വിസ വേണമെന്ന് അതിന് യാചകർ ചൂഷണം ചെയ്യുകയായിരുന്നു. അത് തടയാൻ റിയാദ് പാകിസ്ഥാനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. അന്ന് അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഈ കാര്യത്തിലൊന്നും ഒരു നടപടിയും സ്വീകരിച്ചില്ല. പോകേണ്ടവർക്കെല്ലാം പോകാം, എങ്ങനെയും പണമുണ്ടാക്കിയാൽ മതി, നിങ്ങൾ അവിടെ ഭിക്ഷയാചിച്ചിട്ടാണോ ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാണോ എന്നൊന്നും അറിയണ്ട, കിട്ടുന്ന കാശ് ഇങ്ങോട്ടേക്ക് രാജ്യത്തേക്ക് അയക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ നയം എന്ന് സൗദിക്കും UAE-ക്കും അസർബൈജാനും ഖത്തറിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതിപ്പോൾ ഔദ്യോഗികമായി പാകിസ്ഥാനോട് ഈ നിർദ്ദേശം വച്ചതിന് ശേഷമാണ് ഈ യാചകരെ, പാകിസ്ഥാനിൽ നിന്ന് വന്ന് യാചക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരെ കണ്ടെത്തി കൃത്യമായി അറസ്റ്റ് ചെയ്ത് അവിടുന്ന്
അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് സൗദി വളരെ ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല, വളരെ കർശനമായ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. മാത്രമല്ല, പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കും വിസ നൽകുന്നത് എന്നേക്കുമായിട്ട് നിർത്തിവെക്കും എന്നുള്ള മുന്നറിയിപ്പും സൗദിയും UAE ഒക്കെ നൽകുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് ഒരു വിഷയമേ അല്ല. അവിടെയുള്ള പൗരന്മാർ എങ്ങനെ പോയാലും എന്ത് ചെയ്താലും അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ, പക്ഷേ ഈ നാട്ടിലേക്ക് കാശ് വല്ലതും അയച്ചു തരണം. ഇതാണ് പാക് ഭരണകൂടത്തിൻ്റെ നിലപാട് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും സൗദിയും UAEയും അസർബൈജാനും ഖത്തറും കുവൈറ്റും ഒന്നും ഇതിന് അത്ര എളുപ്പത്തിൽ നിന്നു കൊടുക്കില്ല. കാരണം അവരുടെ രാജ്യത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ്. അവിടെ നിയമങ്ങൾ വളരെ കർക്കശമാണ്. മാത്രമല്ല, അവർ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ, വലിയൊരു പുരോഗതിയിലേക്ക് പോകാൻ അമേരിക്കയുമായി ചേർന്ന്, എന്തിന് ഇസ്രയേലുമായിട്ട് പോലും ചേർന്ന് പല പദ്ധതികളും നടപ്പാക്കി വരികയാണ് സൗദി ഉൾപ്പെടെയുള്ള അറബ് ലോകത്തെ രാഷ്ട്രങ്ങൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ വികസന കുതിപ്പ് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രങ്ങൾ ഈ ഭിക്ഷക്കാരെ, ഈ പിച്ചയെടുക്കുന്ന, യാചക വൃത്തി ചെയ്യുന്ന പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും എങ്ങനെ ചുമക്കണം എന്നാണ് പറയുന്നത്. ഈ കൂട്ടർക്ക് നാണവുമില്ല, മാനവുമില്ല. ഇവർ എവിടെയും വലിഞ്ഞു കയറി ചെന്ന് കൈനീട്ടും. ഈ അറബ് ലോകം തങ്ങളുടെ സ്വത്താണ് എന്ന് പറഞ്ഞാണ് ഇവർ ചെല്ലുന്നത്. എന്തായാലും അതൊന്നും വകവെച്ചു കൊടുക്കാൻ സൗദി അറേബ്യയോ UAEയോ ഒന്നും തയ്യാറല്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇവർ അനധികൃതമായിട്ട് ഈ പറയുന്നത് പോലെ അറബ് രാജ്യങ്ങളിൽ എത്തിയാൽ അവിടെ നിന്ന് സൂത്രത്തിൽ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടത്തി കുറച്ച് പണമുണ്ടാക്കി എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് കുടിയേറാൻ ശ്രമിക്കും. യൂറോപ്പിൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകൾ എത്ര വലുതാണെന്ന് നമുക്കറിയാം. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഗ്രീസ്, ഇറ്റലി തുടങ്ങിയ രാഷ്ട്രങ്ങൾ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അനധികൃത മുസ്ലിം കുടിയേറ്റം മൂലം. ഈ കുടിയേറ്റത്തിന് ഏറ്റവും കൂടുതൽ കാരണമായിരിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമല്ല, സിറിയ പോലെയുള്ള രാഷ്ട്രങ്ങൾ, ഇറാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾ ഒക്കെ തങ്ങളുടെ പങ്ക് ഇക്കാര്യത്തിൽ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുടിയേറ്റം തടയാൻ അത്ര എളുപ്പവുമല്ല. ഈ പറഞ്ഞതുപോലെ അഭയാർത്ഥികളായാണ് പലരും അവിടെ എത്തപ്പെടുന്നത്. എത്തപ്പെട്ട ശേഷം അവർ തങ്ങളുടെ ശരിയായ സ്വരൂപം പുറത്തെടുക്കുന്നു. ഇവിടെയും അത് തന്നെ. സൗദി ആയാൽ എന്താ, യൂറോപ്പ് ആയാൽ എന്താ, UAE ആയാൽ എന്താ, ഖത്തർ ആയാൽ എന്താ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനിയുടെ ശരിയായ സ്വഭാവം കാണിക്കും. ബംഗ്ലാദേശി അവൻ്റെ ശരിയായ സ്വഭാവം കാണിക്കും. ഇത് ആ രാഷ്ട്രങ്ങൾക്കുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. കുറ്റകൃത്യങ്ങളുടെ എണ്ണം കണ്ടമാനം പെരുകി. ഈ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് സമാധാനമായി വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെയാണ് സൗദി അറേബ്യയെ ചിന്തിപ്പിക്കുന്നത്. അവർ വളരെ കർശനമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നതും അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നതും അതുകൊണ്ടുകൂടിയാണ്.